Very good morning to all. So page number 106 activities ആണ്. We are continuing the module 3. So look at the picture. That does it tell you? What does it tell you? Write down your comments in a space provided. ഇവിടെ ചിത്രങ്ങൾ കണ്ടിട്ട് ആ ചിത്രത്തിൽ എന്താണ് എന്നുള്ളത് നിങ്ങളോട് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ കമൻസ് ആണ് ഇവിടെ പറയേണ്ടത്. ഇവിടെ ചിത്രമില്ലേ, ഈ ചിത്രത്തിലുള്ള ഇമേജ് ശ്രദ്ധിച്ചിട്ട് എഴുതാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഓൾമോസ്റ്റ് എന്താണ് പിക്ചർ തന്നിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ വരുന്നതാണ് എക്സാമിന്. അപ്പോൾ ഇവിടെ ഹയർമി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചിത്രത്തിൽ ഏകദേശം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്തോളാം. മീൻസ് അതിൻ്റെ ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. സോ ഇമാജിൻ, അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്, ഇമാജിൻ ദാറ്റ് യു ഹാവ് പാസ്ഡ് യുവർ ഡിപ്ലോമ ആൻഡ് ആർ സീരിയസ്ലി സീക്കിംഗ് a job. What are the different things you have to do in order to get a job? നമ്മൾ ആഫ്റ്റർ ഡിപ്ലോമ യു ഹാവ് ടു ഗോയിങ് ടു സെർച്ച് എ ജോബ്. നിങ്ങളൊരു ജോബ് സെർച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആഡ് മീൻസ് എന്താണ്, പരസ്യങ്ങളൊക്കെ ഇല്ലേ, ഈ എന്താണ് ആഡിലൊക്കെ എന്തൊക്കെയാണ് ജോബ് എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്യുക. ഒരുപാട് ആഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് സെർച്ച് ചെയ്യുക. അതിന് ശേഷം എന്താണ് നമ്മൾ സ്വന്തമായിട്ട് നല്ല എന്താണ് നമ്മുടെ എല്ലാ ക്വാളിഫിക്കേഷനും വെച്ചിട്ട് നമ്മളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ അല്ല റെസ്യൂമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർഡ് ചെയ്യുക, റെസ്യൂം പ്രിപ്പറേഷൻ ചെയ്യുക. പിന്നെന്താണ് സെൻഡ് ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ. എന്നിട്ട് നമ്മൾ ആഡ് കണ്ടാൽ അവിടത്തേക്ക് ഒരു അപ്ലിക്കേഷൻ ലെറ്റർ കൊടുക്കുക. റെസ്യൂമും അപ്ലിക്കേഷൻ ലെറ്ററും കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷന് വേണ്ടി പ്രിപ്പയർഡ് ആവുക. അതിനുശേഷം ഇൻ്റർവ്യൂവിന് ക്വസ്റ്റ്യൻ മീൻസ് എന്താണ്, കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഇപ്പോൾ ഓൾമോസ്റ്റ് എന്താണ് ഓരോ ജോബിനും ഇന്നേ ക്വസ്റ്റ്യൻസൊക്കെ വരുമെന്നുള്ളത് നമുക്ക് എന്താണ് അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ജോബ്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, പിന്നെ ഇൻ്റർവ്യൂസൊക്കെ സെർച്ച് ചെയ്യുക, ഇൻ്റർവ്യൂസൊക്കെ കാണുക, ഇൻ്റർവ്യൂസിനെ പറ്റിയുള്ളൊരു ബോധേഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് ആദ്യത്തെ പടി എന്ന് വെച്ചാൽ. അവിടെ ആക്ടിവിറ്റി 1 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ബിഫോർ ദ ഇൻ്റർവ്യൂ ആണ്. ജോബ് ഇൻ്റർവ്യൂസിനെ കുറിച്ചാണ്. ടിങ്കിൾ ഈസ് ബിസി പ്രിപ്പയറിങ് ഫോർ ആൻ ഇൻ്റർവ്യൂ. ടിങ്കിൾ ഈസ് എ ലേഡി. അവർ എന്താണ് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർഡ് ആവുകയാണ്. ഹെർ ഫ്രണ്ട് ഗേവ് ദ ഫോളോയിങ് സജഷൻ ടു ഹെൽപ്പ് ഹർ പെർഫോം വെൽ ഇൻ ദ ഇൻ്റർവ്യൂ ബട്ട് സം ഓഫ് ദ ഡീറ്റെയിൽസ് ആർ ഇർറെലവൻറ്റ്. അവരുടെ ഫ്രണ്ട് കുറച്ച് സജഷൻ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർഡ് ആകുമ്പോൾ വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ എന്നുള്ളത്. അതിൽ സംതിങ് ഈസ് ഇർറെലവൻറ്റ്. അതിൽ ചിലതൊക്കെ എന്താണ് ഇർറെലവൻ്റ് ആണ്, റെലവൻ്റ് അല്ല. റൈറ്റ് ഡൗൺ മീൻസ് എന്താണ്, വസ്തുതാപരമായിട്ടുള്ളതല്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് ഡൗൺ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ് ദ റെലവൻറ്റ് വൺ. ഇനി താഴെ തന്നിരിക്കുന്ന 1 to 8 നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താണ്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് വൺ എന്ന് നമ്മൾ തിരഞ്ഞെടുത്തെഴുതുക. വായിക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആകും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ വായിക്കാം. അതിൽ റെലവൻ്റ് ആയിട്ടുള്ളതും ഇറലവൻ്റ് ആയിട്ടുള്ളതും നമുക്ക് നോക്കാം. ഡെവലപ്പ് എൻ ഇൻ ഡെപ്ത് നോളജ് ഓഫ് ദ സബ്ജക്റ്റ്. റെലവൻ്റ് അല്ലേ, നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മളെ സബ്ജക്റ്റിനെ കുറിച്ച് ഇൻ ഡെപ്ത് നോളജ് ഉണ്ടായിരിക്കണം. നമ്മൾ പഠിച്ച വിഷയത്തെക്കുറിച്ച് ഇൻ ഡെപ്ത് നോളജ് വേണം. ഓൾറെഡി നമ്മൾ ഇപ്പോൾ ഡിപ്ലോമ അല്ലെ ഗ്രാജുവേഷൻ അല്ലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആഫ്റ്റർ വി ഹാവ് ടു ഏൺ എന്താണ് ഇൻ ഡെപ്ത് നോളജ് ഓഫ് ദാറ്റ് സബ്ജക്റ്റ്. എ പെർട്ടിക്കുലർ സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ പഠിക്കുക. അപ്പോൾ ആ സബ്ജക്റ്റിനെ കുറിച്ച് ഇൻ ഡെപ്ത് നോളജ് വി ഹാവ് ക്യാച്ച് ദ നോളജ്. ആ നോളജ് നമ്മൾ ക്യാച്ച് ചെയ്യും. അപ്പോൾ ഇൻ ഡെപ്ത് നോളജ് ഇല്ലെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ വി കുഡ് ആൻസർ എനി ക്വസ്റ്റ്യൻ എന്താണ് നെഗറ്റീവ് ഇമേജ്, ഒരു നെഗറ്റിവിറ്റി അവിടെ ഫീൽ ചെയ്യും. അതുകൊണ്ട് ഇൻ ഡെപ്ത് നോളജ് ഈസ് ഇന്നെവിറ്റബിൾ. നെക്സ്റ്റ് എന്താണ്, ടേക്ക് ദ സെമിനാർ ആൻഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്. അത് മീൻസ് എന്താണ്, ഒരു ഇൻ്റർവ്യൂവിന് മേ ബി അവർ പറയുകയാണെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിന് അതും എന്താണ് ഒരു സെമിനാറും പ്രൊജക്റ്റ് റിപ്പോർട്ടും നമുക്ക് ആവശ്യമൊന്നുമില്ല. അതൊക്കെ എന്താണ് ചിലപ്പോൾ ഒരു മീൻസ് ചില ഇൻ്റർവ്യൂസിന് നമ്മൾ പ്രൊജക്റ്റൊക്കെ റിപ്പോർട്ട് സെമിനാറൊക്കെ അവതരിപ്പിക്കുന്നത് കാണാം. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് അതിന് വലിയ ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ അവരത് ചെയ്യിക്കുമെന്ന് തോന്നില്ല. അതിനുശേഷം എന്താണ് നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സോഴ്സ് എന്ന രീതിയിലായിരിക്കും ഒരു പക്ഷേ അത് ചെയ്യിപ്പിക്കുക. അപ്പോൾ അതിന് വലിയ റെലവൻ്റ് ഒന്നുമില്ല. അടുത്തത് മീറ്റ് ദ എംപ്ലോയർ ബിഫോർ ദ ഇൻ്റർവ്യൂ. അങ്ങനെ ചിലപ്പോൾ ദൂരത്തൊക്കെ ആണെങ്കിൽ മുന്നേ നമ്മൾ പോയിട്ട്, പക്ഷെ അങ്ങനെ ഒന്നും റെലവൻ്റ് അല്ല അത്. അങ്ങനെ മുന്നേ പോയിട്ട് കാണുകയും അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. അടുത്തത് അപ്ഡേറ്റ് ദ റെസ്യൂം 1 or 2 days earlier.
പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ റെസ്യൂം അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ ഓൾറെഡി ഒരു റെസ്യൂം അയച്ചിട്ടുണ്ടാകും. അപ്പോൾ റെസ്യൂമിൽ എന്തൊക്കെയാണുള്ളതെന്ന് അപ്ഡേറ്റഡ് ആയിരിക്കണം നമുക്ക് ചോദിക്കുമ്പോൾ റെസ്യൂം നോക്കിയിട്ടാണ് അവരെ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുക. അപ്പോൾ അതിൽ എന്തൊക്കെ എഴുതി അതിന് നിങ്ങളെ കയ്യിൽ ഉത്തരം ഉണ്ടാവണം. അതാണ് അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, റെലവൻ്റ് ആണ്. അടുത്തത് അപ്ഡേറ്റ് നോളജ് ഓഫ് കറണ്ട് അഫയേഴ്സ്. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കറണ്ട് അഫയേഴ്സൊക്കെ ചില ഇൻ്റർവ്യൂസിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പ്രിപ്പയർ എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഫാമിലി. അത് ഇറലവൻ്റാണ്. അങ്ങനെ ഡീറ്റെയിൽഡ് ഫാമിലിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനൊന്നും ഇൻ്റർവ്യൂവിന് ചോദിച്ച് കാണാറില്ല. ഇൻ കേസ് അവർ ഫാമിലിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു നോൺ ഡീറ്റെയിൽഡ് ആ രീതിയിൽ ഫാമിലിനെ കുറിച്ച് പറയണ്ടോ. ഫാമിലിക്ക് വലിയ പ്രാധാന്യമൊന്നും ഇൻ്റർവ്യൂവിനില്ല. കാരണം നമ്മുടെ വ്യക്തി അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയാണ് അവിടെ പേഴ്സണാലിറ്റിയാണ് ഇവിടെ ക്വാളിഫൈ, അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയാണ് അവർ എന്ത് ചെയ്യുന്നത്, വാല്യൂ ചെയ്യുന്നത്. അതിനാണ് അവർ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റാണ് അവർക്ക് വേണ്ടത്. കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ കമ്പനി ആൻഡ് വിഷൻ ആൻഡ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ നമ്മളൊരു സ്ഥാപനത്തിൽ പോകുമ്പോൾ അവിടുത്തെ സ്ഥാപനത്തിനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കണം. അവിടെയുള്ളൊരു ഹിസ്റ്ററി നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അതായി പറഞ്ഞത്. അടുത്തത് ചൂസ് എ നീറ്റ് ഫോമൽ ഡ്രസ്സ്. അത് ശരിയാട്ടോ, ഫോമൽ ഡ്രസ്സായിരിക്കണം നമ്മൾ ധരിക്കേണ്ടത്. എന്താണ്, നമ്മളിപ്പോൾ ഒരു ടീച്ചിങ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു ഫോമൽ ഡ്രസ്സ് എന്ന് പറയുകയാണെങ്കിൽ സാരിയൊക്കെ ആയിരിക്കും അല്ലേ, ഒരു സാരി. പിന്നെ എന്താണ് ജെൻസ് ടീച്ചറാണെങ്കിൽ ഇൻസൈഡായിട്ടായിരിക്കും, അങ്ങനെയൊക്കെയാണ്. ഷർട്ടും പാൻറ്റും ഇൻസൈഡൊക്കെയാണ്. ഇനി നമ്മളൊരു അപ്പോൾ നീറ്റ് ആൻഡ് ഫോർമൽ ഡ്രസ്സായിരിക്കണം അപ്പോൾ നീറ്റ് ആൻഡ് ഫോമൽ ഡ്രസ്സായിരിക്കണം നമ്മൾ ധരിക്കേണ്ടത്. ഇപ്പോൾ ഓരോ ഇൻ്റർവ്യൂവിനും പെർട്ടിക്കുലർ ഇപ്പോൾ ജെൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇൻസൈഡും ടൈ ഒക്കെ ആയിരിക്കും ഒരു കമ്പനിയുടെ ഇൻ്റർവ്യൂവിനൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ. അടുത്തത് പ്ലാനിങ് ജേർണി ടു ദ വെന്യൂ. പിന്നെ പ്ലാൻ ചെയ്യണം. നമ്മൾ ഇത്ര ഇൻ്റർവ്യൂ പങ്ക്ച്വാലിറ്റി എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യണം. അടുത്തത് പ്രാക്ടീസ് ആൻസറിങ് ക്വസ്റ്റ്യൻ ദാറ്റ് ആർ ലൈക്ലി ടു ബി ആസ്ക്ഡ്. ഇനി പിന്നെ ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ പറയണം, അല്ലാതെ ഏതെങ്കിലും ആൻസർ പറയരുത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മളെ മനസ്സിലും ഇതൊരിക്കലും വിട്ടുപോകുന്നതൊന്നുമല്ല കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് ഓൺ ദ ഡേ ഓഫ് ഇൻ്റർവ്യൂ ട്വിങ്കിൾ ഈസ് വെറീഡ് അബൌട്ട് വാട്ട് all should be done on the day of her interview. Help her plan her day. Some hints are given below. ഇനി അവർ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ നമ്മൾ പോവുകയാണ്, ഇൻ്റർവ്യൂ ദിവസം വന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ 1 by 1 ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഇതാണ് ഇവിടെ എന്താ കൊടുക്കേണ്ടത്, കളക്ട് ദ ലേറ്റസ്റ്റ് ന്യൂസ്. നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ start early, make sure documents and call letter are taken, stay calm and wait for your turn, report at the destination, dress neatly. collect the latest news ഒന്നും ആ സമയം ഇൻ്റർവ്യൂവിന് പോകുമല്ല നമ്മൾ ചെയ്യേണ്ടല്ലേ. അപ്പോൾ എന്തായിരിക്കും, സ്റ്റാർട്ട് ഏർലി അല്ലേ, സ്റ്റാർട്ട് ഏർലി, രാവിലെ തന്നെ എഴുന്നേറ്റ് തുടങ്ങണം, അതാണ് ഫസ്റ്റ്. പിന്നെ രണ്ടാമത്തത് ഒന്നാമത്തെ കളക്ട് ദ ലേറ്റസ്റ്റ് ന്യൂസ് കൊടുക്കുന്നതിനെ കൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ, അത് എടുത്ത് വെക്കുന്നതാണ്. രണ്ടാമത്തത് മേക്ക് ഷുവർ ഡോക്യുമെൻറ്റ്സ് ആൻഡ് കോൾ ലെറ്റർ ആർ ടേക്കൺ. ഡോക്യുമെൻറ്റ്സും കോൾ ലെറ്റർ എന്ന് വെച്ചാൽ അവർ തന്നിരിക്കുന്ന ഈ ലെറ്റർ നമുക്ക് ചിലപ്പോൾ അവർ കോൾ ലെറ്റർ അയക്കും. അതിനുശേഷം മൂന്നാമത്തത് ഡ്രസ് നീറ്റ്ലി ആണ് അല്ലേ, ഡ്രസ് നീറ്റ്ലി ആണ് മൂന്നാമത്തത്. പിന്നെ നാലാമത്തത് റിപ്പോർട്ട് അറ്റ് ദ ഡെസ്റ്റിനേഷൻ എടുക്കുക. പിന്നെന്താ അഞ്ചാമത്തത് നെക്സ്റ്റ് വൺ സ്റ്റേ കാം ആൻഡ് വെയിറ്റ് ഫോർ യുവർ ടേൺ. നമ്മൾക്ക് വേണ്ടി നമ്മുടെ ഊഴത്തിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുക. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് തന്നെ ക്ലിയർ കിട്ടും. ഇതൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി 3 എന്ന് പറഞ്ഞത് അറ്റ് ദ ഇൻ്റർവ്യൂ ട്വിങ്കിൾ ഈസ് ആങ്ഷ്യസ് അബൌട്ട് ദ ക്വസ്റ്റ്യൻ ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ ദ ഇൻ്റർവ്യൂ. റൈറ്റ് ഡൗൺ സം ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ ലൈക്ലി ടു ബി ആസ്ക്ഡ് ഫോർ ദ ഇൻ്റർവ്യൂ. ഇനി 6 ക്വസ്റ്റ്യൻ എഴുതാൻ പറയുന്നുണ്ട്. സ്വതവേ ഇൻ്റർവ്യൂസിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ, അതിലൊരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നമ്മൾ മേ ഐ കം എന്ന് ചോദിക്കുമ്പോൾ പ്ലീസ് കം എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുഡ് യു പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഇൻട്രൊഡ്യൂസ്
ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, അങ്ങനെ ആയിരിക്കും ചോദ്യം വരിക. അപ്പോൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുന്നത്, അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ക്യാച്ച് ചെയ്തിട്ടായിരിക്കും, സെൽഫ് ഇൻട്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഇപ്പം നമ്മളൊരു റീഡിങ് ബുക്സോ അല്ലെ ഹോബീസൊക്കെ പറയുകയാണെങ്കിൽ ഹുസ് യുവർ ഫേവറേറ്റ് റൈറ്റർ എന്നൊക്കെ ചോദിച്ചു വരാം. അങ്ങനെയുള്ളൊരു 6 ക്വസ്റ്റ്യൻ എഴുതിയ കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. അടുത്ത ആക്ടിവിറ്റി 4 എന്ന് വെച്ചത് ഗിവൻ ബിലോ ആർ സർട്ടൻ ഡൂസ് ആൻഡ് ഡോൺസ് റിലേറ്റഡ് ടു ദ ഇൻ്റർവ്യൂ. അടുത്ത ഗിവൻ ബിലോ ആർ സർട്ടൻ ഡൂസ് ആൻഡ് ഡോൺസ് റിലേറ്റഡ് ടു ദ ഇൻ്റർവ്യൂ. ഇനി ഗിവ് എ ടിക്ക് മാർക്ക് അഗേൻസ്റ്റ് ദ വൺസ് യു അഗ്രി വിത്ത് ആൻഡ് എക്സ് അഗേൻസ്റ്റ് യു ഡിസഗ്രി. അതായത് കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഇൻ്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ ശരിയായതിന് നേരെ ടിക്കും തെറ്റായതിന് നേരെ എന്താണ് ഇൻറ്റു മാർക്ക് ഇടാനാണ് പറഞ്ഞത്. ഒന്നാമത്തെ എന്താ? വി നീഡ് ടു നോക്ക് അറ്റ് ദ ഡോർ ആൻഡ് സീക്ക് പെർമിഷൻ ടു എൻ്റർ ദ റൂം. എന്താണ്? തീർച്ചയായിട്ടും നമ്മൾ നോക്ക് ചെയ്തിട്ടേ കയറാവൂ. അപ്പോൾ ശരിയാണല്ലേ, ശരിയല്ലേ? രണ്ടാമത്തെ എന്താ? വി ഷുഡ് നെവർ ടോക്ക് ടു അതർ കാൻഡിഡേറ്റ് ഹു ആർ വെയിറ്റിംഗ് ഫോർ ദെയർ ടേൺ. മറ്റുള്ള ആൾക്കാരോട് നമ്മൾ വെറുതെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കരുത്, ഒരു ഇറിറ്റൻസ് അവിടെ ഉണ്ടാക്കരുത്. അത് എന്താണ്? തെറ്റാണ്. അടുത്തത് വി ഷുഡ് നോട്ട് ഇൻറ്ററപ്റ്റ് ദ ഇൻ്റർവ്യൂവർ വൈൽ ഹീ ഈസ് സ്പീക്കിംഗ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻ്റർവ്യൂവർ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ നമ്മളോട് സംസാരിക്കിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. അപ്പോൾ അത് ചെയ്യുക. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ വി ക്യാൻ ഇഗ്നോർ ദ ക്വസ്റ്റ്യൻ പുട്ട് ഫോർവേഡ് ബൈ ദ ഇൻ്റർവ്യൂവർ ഇഫ് വി ഡോണ്ട് നോ ദ ആൻസർ. നമുക്ക് ആൻസർ അറിയില്ലെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ ഇഗ്നോർ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അതിന് ആൻസർ അറിയില്ല എന്താണ് സോറി ഐ ഡോണ്ട് റിമെമ്പർ നൗ എന്നെങ്കിലും പറയണം. അപ്പോൾ അത് തെറ്റാണ്, അവിടെ ഇഗ്നോർ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് വി ഷുഡ് സ്പീക്ക് ക്ലിയർലി ആൻഡ് ലൗഡ്ലി. അത് ശരിയാണ്. അടുത്തത് ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസ്ഡ് ടു സിറ്റ് ഡ്യൂറിങ്. അപ്പോൾ വി ഷുഡ് സ്പീക്ക് ക്ലിയർലി ആൻഡ് ലൗഡ്ലി, വളരെ സൗണ്ടിലും ലൗഡായിട്ടും. ഞാനിതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ യു ഹോൾ ആർ ഗോയിങ് ടു മീറ്റ് ആൻ ഇൻ്റർവ്യൂ. എന്താണ്? വിത്തിൻ ആസ് സൂൺ ആസ് പോസിബിൾ, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്നവരാണ്. അപ്പോൾ ബിക്കോസ് എന്താണ് ആഫ്റ്റർ യുവർ ഡിപ്ലോമ കംപ്ലീറ്റഡ് യു ഹാവ് ടു മീറ്റ് എ ക്യാമ്പസ് സെലക്ഷൻ. സോ ദർ ഇസ് എൻ ഇൻ്റർവ്യൂ ഇൻ ദ. അപ്പോൾ നമ്മൾ പെർഫോമൻസിനാണ് മാർക്ക് കിട്ടുന്നത്. നമ്മൾ അക്കാഡമിക്കലി നമ്മൾ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്താലും പെർഫോമൻസ് 0 ആണെങ്കിൽ അവിടെ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാകും. പെർഫോമൻസ് നന്നായിരിക്കണം. ഇൻ്റർവ്യൂവിനൊക്കെ വേണ്ടത് പെർഫോമൻസാണ്. സോ it is not advised to sit during an interview. Advisable to sit during the interview. It is not advisable to sit during an interview. ഇനി ഇൻ്റർവ്യൂവിന് ഇരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടേക്ക് ചോദിക്കരുത്. അവർ പ്ലീസ് സിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുക. അതിന് അടുത്ത എന്താ? അപ്പോൾ വി ഷുഡ് നോട്ട് സ്പീക്ക് ക്ലിയർലി. അടുത്ത ഇറ്റ് ഈസ് നോട്ട്. അപ്പോൾ ഇത് തെറ്റാണ്. നോട്ടാണ്. അപ്പോൾ ശരിയാണ് അല്ലേ. ഇംപ്രസ് ദ ഇൻ്റർവ്യൂ ബോർഡ് ബൈ ടെല്ലിങ് ഡീറ്റെയിൽസ് അബൌട്ട് യുവർ സെൽഫ് ദാറ്റ് ആർ നോട്ട് ട്രൂ. പിന്നെ അത് ശരിയാണ്. ഇംപ്രസ് ചെയ്യിപ്പിക്കരുത് നമ്മൾ. എന്താണ്? തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കരുത്. തെറ്റായ ഇൻഫർമേഷൻ ഒരിക്കലും പാസ് ചെയ്യരുത്. വി ഷുഡ് നോട്ട് ക്രിറ്റിസൈസ് അവർ പ്രീവിയസ് എംപ്ലോയീസ്. പിന്നെ അതും ശരിയാണ്. നമ്മളിപ്പം വേറൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എംപ്ലോയ്മെൻറ്റിനെയും അവിടെയുള്ള കൊളീഗ്സിനെയും കാര്യങ്ങളെയും ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്? കുറ്റം പറയരുത്. വി ഷുഡ് താങ്ക് ദ ബോർഡ് വെൻ വി ലീവ് ദ ഹാൾ. പിന്നെ എല്ലാം കഴിഞ്ഞതൊക്കെ ശരിയാട്ടോ. താങ്ക്സ് കൊടുക്കണം നമ്മൾ. തിരിച്ച് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് താങ്ക് യു എന്ന് പറഞ്ഞിട്ടാൽ നമ്മൾ തിരിച്ച് ഇറങ്ങാവും. വി ഷുഡ് ഓഫർ എ ഫേം ഹാൻഡ് ഷേക്ക് ബിഫോർ ലീവിങ്. ഹാൻഡ് ഷേക്ക് അങ്ങനെ കണ്ടിട്ടില്ല. ഹാൻഡ് ഷേക്ക് കൊടുക്കേണ്ട ആവശ്യം ചില കേസിലൊക്കെ പക്ഷേ ചിലപ്പോൾ ഹാൻഡ് ഷേക്ക് നമുക്ക് എന്താണ് അങ്ങനെ എന്താണ് നമ്മൾ ഹാൻഡ് ഷേക്ക് കൊടുക്കാറില്ല. വി ഷുഡ് ക്ലോസ് ദ ഡോർ വെൻ വി ഗോ ഔട്ട് ഓഫ് ദ ഹാൾ.
പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡോറ് ക്ലോസ് ചെയ്യണം, ഓപ്പൺ ആക്കി പോകരുത്. അടുത്ത ആക്ടിവിറ്റി 5, ഗോ ത്രൂ ദ പിക്ചേഴ്സ് കെയർഫുള്ളി, പുട്ട് എ ടിക്ക് അഗൈൻസ്റ്റ് ദ വൺസ് ഹു ഷുഡ് ഫോളോ ആൻഡ് എ എക്സ് അഗൈൻസ്റ്റ് ദോസ് ഹു ഷുഡ് നെവർ ഫോളോ ഇൻ എൻ ഇൻ്റർവ്യൂ. അവിടെ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൽ ടിക്ക് ഇടുക. ശരിയായ ഇൻ്റർവ്യൂവിന് ശരിയായ രീതിയാണെങ്കിൽ അതിന് ടിക്ക് ഇടുക, അല്ലാത്തതിന് ഇൻഡു ഇടുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം ഇതൊക്കെ ഞാൻ എന്താണ് ഇവിടെ ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹാൻഡ് ഷേക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഫോർമലാണ് കേട്ടോ. അപ്പോൾ അത് ശരിയാണ് കേട്ടോ അവിടെ ഉള്ളത്. കാരണം ചില ഇൻ്റർവ്യൂവിനൊന്നും അങ്ങനെ കാണാറില്ല, അവസാനം നമ്മൾ താങ്ക് യു പറഞ്ഞ് പോവാറാണ്. അപ്പോൾ ഈ ചിത്രം തെറ്റാണ്, ഡൗട്ട് ഉണ്ടാവരുത് ഒരിക്കലും. ഇത് ശരിയാണ്. ഒരു സ്മൈലോട് കൂടിയാണ് നമ്മൾ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഇരിക്കേണ്ടത്. ഇങ്ങനെ ഒരു ഇരിക്കരുത്, ഇങ്ങനെയുള്ള സിറ്റിങ്സ് ഒന്നും പറ്റില്ല. ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. നാം കടിക്കരുത്, ഇതും തെറ്റാണ്. ഓവർ ഇമോഷനൊന്നും ഉണ്ടാവരുത്, ഇതും പൂർണ്ണമായി തെറ്റാണ്. അപ്പോൾ ഇതിവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ട്രെയിൻസ്ഡ് ഹെയർ കട്ട്. ബോയ്സിൻ്റെ ജെൻസിൻ്റെ അവിടെ പറയുന്നത് വൃത്തിയായിട്ടുള്ള നമ്മളിപ്പോൾ ഉള്ള കുട്ടികളെ പോലെ ഈ ഹെയർ സ്റ്റൈലൊക്കെ മീൻസ് നമ്മളെ ജോലിക്ക് ഒരു സ്യൂട്ടായിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈൽസ് ഉണ്ട്. നമ്മൾ ഈ ഫാഷൻ ഷോവും കാര്യങ്ങളും ഒരു ഇൻ്റർവ്യൂ ആണ്, അപ്പോൾ ആ രീതിയിൽ ഹെയർ സ്റ്റൈൽ വെക്കുക. അടുത്ത് ക്ലീൻ ഷേവ്ഡ് ആയിരിക്കണം. ഇപ്പോൾ ജെൻസിന് അറിയാമല്ലേ, ക്ലീൻ ഷേവ് ആയിട്ടാണ് പോകേണ്ടത്. വാം സ്മൈലായിരിക്കണം. ഫീൽ ഓഫ് കോൺഫിഡൻസ്, നമ്മുടെ ചിരിയിൽ അതെന്തുണ്ടാവണം, ദ ഫീൽ കോൺഫിഡൻസ്, അവർക്ക് ഫീൽ ചെയ്യണം കോൺഫിഡൻസ്. ഫോർമൽ ഡ്രസ്സായിരിക്കണം. ഫേം ഹാൻഡ് ഷേക്ക് ആയിരിക്കണം. കറക്റ്റ് ബോഡി പോസ്റ്റർ എന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിനെയാണ് പറയുന്നത്. അടുത്ത ആക്ടിവിറ്റി 6 എന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ റൈറ്റ് തിങ് ടു സേ. ഇമാജിൻ ദാറ്റ് എ പേഴ്സൺ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഇൻ്റർവ്യൂ ബോർഡ്. ഹൗ വുഡ് യു ഗ്രീറ്റ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഇൻ്റർവ്യൂ ബോർഡ്. നമ്മളാണ് ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആൾ. അപ്പോൾ നമ്മൾ ഏതാണ് ഇതിൽ കൊടുക്കേണ്ടത്? ഗുഡ് മോർണിംഗ് സേഴ്സ് എന്നാണോ? സേഴ്സ് എന്നുള്ളതൊന്നും ഇല്ല കേട്ടോ. ഗുഡ് മോർണിംഗ് മാഡം, ഗുഡ് മോർണിംഗ് സേഴ്സ്, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ എല്ലാവരും മീൻസ് ജെൻസും ഫീമെയിൽസും ജെൻസും ഉണ്ടെങ്കിൽ ഗുഡ് മോർണിംഗ് ഓൾ ആണ് കേട്ടോ. വാട്ട് വിൽ യു സേ വെൻ യു ഹാവൻറ്റ് അണ്ടർസ്റ്റുഡ് എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവർ പറയുന്ന മനസ്സിലായില്ല. കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുക അല്ലേ. അതിൻ്റെ അടുത്തത് ഇപ്പോൾ ഇത് കിട്ടി. അപ്പോൾ വെൻ യു ആർ ഡൗട്ട്ഫുൾ അബൌട്ട് ദ കറക്റ്റ് ആൻസർ. സോറി സർ, ഐ ഡോണ്ട് ഗീവ് എ കറക്റ്റ് ആൻസർ. അല്ലേ, ഐ ഹാവ് എ ഡൗട്ട് ഫോർ ദിസ് ആൻസർ, അങ്ങനെയൊക്കെ പറയാം. വെൻ യു ഡിഫർ ഫ്രം ദാറ്റ് ഓഫ് ദ ഇൻ്റർവ്യൂവർ. അങ്ങനെ ആ ക്വസ്റ്റിനൊക്കെ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ ഗിവൺ ബിലോ ആർ ഫ്രേസസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എൻ ഇൻ്റർവ്യൂ. റൈറ്റ് ദം ഡൗൺ അണ്ടർ ദ റെസ്പെക്റ്റീവ് ഫങ്ഷൻസ്. ഇപ്പോൾ എഗ്രീങ് ആണോ, ഒപ്പീനിയൻ എഗ്രീങ് ആണോ, ഡിസഗ്രീങ് ആണോ, ഇവിടെ കുറേ സജഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് എഗ്രീങ് ആണോ ഡിസഗ്രീങ് ആണോ, നമ്മൾ അതിനെ അനുകൂലിക്കുകയാണോ അല്ലെ പ്രതികൂലിക്കുകയാണോ എന്നുള്ള പറയാനാണ്. എസ് ഐ എഗ്രി എന്ന് പറഞ്ഞാൽ എഗ്രീങ് ആണ് അല്ലേ. വാട്ട് ഐ മീൻ ഈസ് ഐ കുഡിൻറ്റ് എഗ്രി മോർ. ഐ ആം എഫ്രൈഡ്, നമ്മുടെ ടെൻഷൻ. ഐ ആം എഫ്രൈഡ് എന്ന് പറയുമ്പോൾ ടെൻഷൻ. ഐ ഡിസഗ്രി എന്ന് വെച്ചാൽ ഡിസഗ്രീമെൻറ്റ്. ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്, ഡൗട്ട്ഫുൾ ആണ് അല്ലേ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ, അത് ഡൗട്ട് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം എന്ന് വെച്ചാൽ ജസ്റ്റ് ഇൻ്റർവ്യൂവിനുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എന്താണെന്നില്ല, ഇങ്ങനെയൊന്നും എക്സാമിന് ചോദിക്കില്ല, അതുകൊണ്ട് ആ കാക്ക സ്കിപ്പ് ചെയ്യാം. അടുത്ത് ഹിയർ ആർ സം റെസ്പോൺസസ് ഓഫ് 3 ഡിഫറെൻറ്റ് കാൻഡിഡേറ്റ് ടു സെർട്ടൻ ക്വസ്റ്റ്യൻ. ഇതൊന്നും നമുക്ക് വേണ്ട, ഇതൊന്നും ആവശ്യമില്ലാത്തതാണ്. നമുക്കിതിൽ നിന്ന് വരും ഒരു റെസ്യൂമും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇൻ്റർവ്യൂവിനുള്ള ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നേരത്തെ കണ്ടില്ലായിരുന്നോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി 9 കണ്ടില്ലേ. ടു മോസ്റ്റ് കോമൺ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ് ഇതിലുള്ളത്. ടെൽ us about yourself. Why should we hire you? Why do you want to work for this company? Why do you want to leave your current job? What is your biggest strength? What is your biggest weakness? ഏകദേശം ഈ ക്വസ്റ്റ്യനൊക്കെ എല്ലാ ഇൻ്റർവ്യൂവിനും നിങ്ങൾക്ക് ചോദിക്കാം. ക്യാൻ യു വർക്ക് അണ്ടർ പ്രഷർ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്.
സോ ആ ക്വസ്റ്റ്യനൊക്കെ നോക്കുക. സോ അതോടെ നമ്മുടെ എന്ത് കഴിഞ്ഞു? തേർഡ് മൊഡ്യൂൾ ഈസ് ഓവർ. അപ്പോൾ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ച ഈ ഒരു ആക്ടിവിറ്റി മുതൽ ഇപ്പോൾ ഒന്ന് കണ്ടില്ലേ, ഈ ഐ സ്പീക്ക് വെൽ എന്നുള്ള ഈ ആക്ടിവിറ്റി മുതൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ റെസ്യൂമും സെൽഫ് ഇൻട്രഡക്ഷനും ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന കുറച്ച് ഫേസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഇത് മാത്രമേ ഇരുന്ന് ചോദിക്കുള്ളൂ. പിന്നെ ഇങ്ങോട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഇതൊന്നും വരില്ല, അങ്ങനത്തെ ഒന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നെ എക്യുപ്മെൻ്റ് എന്നുള്ള പോയം പഠിച്ചോളുക. അത്രയൊക്കെ ഉള്ളൂ ഇതിൽ ഇമ്പോർട്ടൻ്റ്. എക്യുപ്മെൻ്റ് എന്നുള്ള പോയം കൃത്യമായിട്ട് പഠിച്ചോളൂ. ഓക്കെ, താങ്ക് യു.